ലൂസിഫർ ഉൽപ്പത്തിയും പുരാണവും അധ്യായം 3. ഇനി പറയാൻ പോകുന്നത് ഈ നാടിൻ്റെ മഹാനടനെ പറ്റിയാണ്. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ, മലയാളത്തിൻ്റെ മോഹൻലാൽ. മോഹൻലാൽ എന്ന പ്രതിഭാസം എൻ്റെ കൗമാരത്തിനോടൊപ്പം ഉദയം കൊണ്ട ഒന്നാണ്. ഫോർമേറ്റീവ് സ്റ്റേജസിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ ജീവിതാവസാനം വരെയും മനസ്സിലുണ്ടാവുമെന്ന് പറയുന്നത് പരമസത്യമാണ്. അദ്ദേഹത്തെ ജ്യേഷ്ഠസ്ഥാനത്ത് കാണുവാനുള്ള മറ്റൊരു കാരണം എൻ്റെ അച്ഛന് അദ്ദേഹത്തോടുണ്ടായിരുന്ന വലിയ സ്നേഹവും വാത്സല്യവുമായിരുന്നു. അച്ഛൻ സംവിധാനം ചെയ്ത ഉത്സവ പിറ്റേന്ന് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് അതിലെ അനിയൻ തമ്പുരാനായി നിൽക്കുന്ന ലാലേട്ടനെ കാണുമ്പോൾ ഒരിക്കലും കരുതിയതല്ല ഒരു നാൾ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുകയും പിന്നീടൊരിക്കൽ അദ്ദേഹത്തിനായി തിരക്കഥ ഒരുക്കുകയും ചെയ്യുമെന്ന്. ലാലേട്ടനോടൊത്തുള്ള എൻ്റെ രണ്ടാം സിനിമയായിരുന്നു ലൂസിഫർ. ഭ്രമരത്തിൽ നടനായായിരുന്നു കൂടെയെങ്കിൽ ലൂസിഫറിൽ എഴുത്തുകാരനായി. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം തിരയിൽ പകർന്നാടാൻ എത്ര പ്രയാസകരമായ ഒന്നാണെന്ന് ചിലപ്പോൾ അനായാസമായി അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കണ്ട് ചിലർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് ഇഴകളുള്ള ഒരു കഥാപാത്ര സൃഷ്ടിയാണ് സ്റ്റീഫൻ്റേത്. വെളിച്ചത്തിൽ ഒളിച്ച് ഇരുട്ടിൽ പടർന്നവൻ എന്ന് സ്റ്റീഫനെക്കുറിച്ച് സാഹിത്യരൂപേണ പറയുമ്പോൾ അതിലൊരു അഭിനേതാവിന് ചെയ്ത് ഫലിപ്പിക്കേണ്ടതായിട്ടുള്ളത് ഒരു കടലോളമുണ്ട്. സ്റ്റീഫൻ എന്ന വ്യക്തി കടലിൽ മുങ്ങിത്താണ് കിടക്കുന്ന ഒരു പുരാതനമായ മഹാനഗരം പോലെയാണ്. പുറം ലോകത്തിന് കാണുവാൻ സാധ്യമായത് ആ മഹാനഗരത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള മിനാരത്തിലെ ഒരു കൊടിമരം മാത്രമാണ്. അയാളെ അറിയുന്നു എന്ന് കരുതുന്നവർ ഈ ധ്വജമിനാരത്തിന് ചുറ്റും നൗകകളിലും വള്ളങ്ങളിലും കടൽ സവാരി നടത്തുന്നവരെ പോലെയാണ്. കാലമായ കടലിൽ മറഞ്ഞു കിടക്കുന്നതൊന്നും അവർ കാണുന്നില്ല, നൗക മറിഞ്ഞ് കടലിൽ മുങ്ങിത്താടുന്നവർ ഒഴികെ. നഗ്നമായ സംഹാരശേഷിയെ ഉള്ളിൽ പേറുമ്പോഴും ക്ഷമയുടെ അതിർവരമ്പുകളെ വിശാലമായ മനസ്സിൻ്റെ ചക്രവാളങ്ങൾ വരെ വിരിയിച്ച് നിർത്തുവാനുള്ള കഴിവ് അയാളിലുണ്ട്. ഞൊടിയിടയിൽ കോപത്തിൻ്റെ ഭഗവാനാകുവാനും അലിവിൻ്റെ മൂർത്തിയാകുവാനും കെൽപ്പുള്ളയാൾ. ഉൾമനസ്സിലെ ടെക്ടോണിക് മൂവ്മെൻറ്റ്സ് കണ്ണുകളിൽ ക്ഷണികമായ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അതടുത്ത് നിൽക്കുന്ന ഒരാൾക്കും അനുഭവപ്പെടാതിരിക്കുവാൻ ഒന്നും ചെയ്യാതെ തന്നെ പറ്റുന്ന ഒരുവൻ. പറയുന്ന വാക്കുകൾ ചുരുക്കം, ചേഷ്ടകൾ ചുരുക്കം. കണ്ണുകളിലെ തണുപ്പിലൂടെയും തീയിലൂടെയും മാത്രം ഗ്രഹിക്കാൻ സാധിക്കുന്ന ഉള്ളം, അതും ഉള്ളിലെ ജ്വാലാസ്ഫോടനങ്ങൾ മുകളിലേക്ക് പായിക്കുന്ന സൂക്ഷ്മമായ തീക്ഷ്ണമായ ഭാവമാറ്റങ്ങളിലൂടെ മാത്രം. അഭിനയ കലയിൽ തനതായ ഒരു പദവിന്യാസം സ്വന്തമാക്കിയ ഒരാൾക്ക് മാത്രമേ സ്റ്റീഫൻ എന്ന കഥാപാത്രത്തെ വാക്കിനൊപ്പമോ വാക്കിനപ്പുറമോ കൊണ്ടുചെന്നെത്തിക്കാൻ പറ്റൂ. പൂർണ്ണമായും കഥാപാത്രത്തെ ഇൻറ്റേർണലൈസ് ചെയ്യുന്ന ഒരു അഭിനേതാവിന് മാത്രം. വാക്കിൻ്റെയും ക്യാമറയുടെയും സംവിധായകൻ്റെയും മുന്നിൽ ഒരു കുട്ടിയുടെ നൈർമല്യത്തോടെ, ഒരു പഠിതാവിൻ്റെ ഊർജത്തോടെ, ഒരു ചേകവൻ്റെ വീര്യത്തോടെ ഒരുപോലെ എല്ലാ സമയവും നിൽക്കുവാൻ കഴിയുന്ന ഒരാൾക്ക്. അതായിരുന്നു ലാലേട്ടൻ. അതുകൊണ്ടാണ് ലാലേട്ടൻ.